മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനരധിവാസം 2024 ജൂലൈ 30 ദുരന്ത ദിവസമായിരുന്നു. അന്നാണ് രാത്രി 1 മണിക്ക് ശേഷം മുണ്ടക്കൈ ചൂരൽമല മേഖലകളെ കുത്തിയൊലിപ്പിച്ചുകൊണ്ട് അതിതീവ്ര മഴ, മണ്ണൊലിപ്പും മഴയും കടന്നുപോയത്. ബെയിലി പാലം വരുന്നതും പൂർണ്ണമായിട്ട് ഒലിച്ചുപോയ മേഖലകളുമൊക്കെ ഇപ്പോഴും ചാനലുകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്നത്തെ ആ സങ്കടക്കടലിലായിരുന്നു ആ മേഖലയിൽപ്പെട്ട ജനവിഭാഗം മുഴുവൻ എന്ന് പറഞ്ഞാൽ എത്രയോ പേരാണ് മരണത്തിന് വെള്ളം എടുത്തുകൊണ്ട് പോയത്. അവരുടെ ഡെഡ് ബോഡീസ് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് പിന്നീട് കണ്ടെത്തുന്നത്, അത് തന്നെ എത്ര ദിവസങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ്. പൂർണ്ണമായി തകർന്നു പോയ, മണ്ണിനടിയിൽ പെട്ടുപോയ കുടുംബങ്ങൾ, ഭാഗികമായി പോയ കുടുംബങ്ങൾ, സർവ്വസമ്പത്തും നശിച്ച കുടുംബങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സങ്കടക്കടലാണ് നാം അവിടെ കണ്ടത്. അതിനുശേഷം ഇപ്പോഴും ആ രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. 2024 ജൂലൈയിലാണ് ഇത് സംഭവിക്കുന്നത്. ആ വർഷം തന്നെ ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുന്നു. അദ്ദേഹം അവിടെ ഒരു പക്ഷേ സാധാരണ പ്രധാനമന്ത്രിമാർ നടന്ന് പോയി സന്ദർശിക്കാൻ മടിക്കുന്ന മേഖലകളിലൂടെ അദ്ദേഹം നടന്ന് കയറി സന്ദർശനം നടത്തി. ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചു, ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ വളരെ സാന്ദ്രമായ രീതിയിലാണ് അന്ന് അദ്ദേഹം അവിടെ ഇടപെട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും കിട്ടും, പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ല. ഇങ്ങനെയായിരുന്നു അദ്ദേഹം സന്ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുൻപായിട്ട് പറഞ്ഞത്. കളക്ടറേറ്റിൽ വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അതുപോലെ മരണാവസ്ഥയിൽ കിടക്കുന്നവരെയും എല്ലാം നഷ്ടപ്പെട്ടവരെയും ഒക്കെ നേരിൽ പോയി ആശുപത്രികളിൽ കണ്ട് അവരെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഒരുപാട് സമാധാനവും പ്രത്യാശയും നമുക്ക് പകരുന്ന തരത്തിലായിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അന്ന് പെരുമാറിയതും സംസാരിച്ചതുമൊക്കെ. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പൊഴിഞ്ഞതൊക്കെ മുത്താണ് എന്ന് നാം തെറ്റിദ്ധരിച്ചിരുന്നു ആ ദിവസം. അങ്ങനെ എല്ലാം കടന്നുപോയി കഴിഞ്ഞ് കേരളം ആവശ്യപ്പെട്ടത് 2223 കോടിയാണ് അതിന്റെ ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും ഒക്കെ ഒരു അവിടുന്ന് എല്ലാം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്, ആ മേഖലകളെ തിരിച്ച് ജീവസന്ധാരണ മേഖലകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ഒക്കെ ഉള്ള പരിശ്രമം, അതുപോലെ തന്നെ അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള ഹൗസിംഗ് ഫെസിലിറ്റി, ഇതിനൊക്കെ വേണ്ടി എടുത്ത യത്നങ്ങൾ വളരെ വളരെ നല്ല രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് മുമ്പോട്ട് പോയത്. അപ്പോൾ അതിനുള്ള എല്ലാ സഹായവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2223 കോടിയുടെ ഒരു ഒരു സഹായമാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ സഹായം ചോദിച്ചു. ഇപ്പോൾ ഈ ഡിസംബർ 1 വരെ, അതായത് ഒരു വർഷം കാത്തിരുന്നതിന് ശേഷം ഡിസംബർ 1 അവിടെ നിന്ന് ഉള്ള സഹായ വാഗ്ദാനം വന്നിരിക്കുന്നത്. 260.56 കോടി. അതാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളുടെ റീഹാബിലിറ്റേഷന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനേക്കാളൊക്കെ അത് എത്ര ചെറിയ ഒരു തുക, 2221 ചോദിച്ചിട്ട് 260.56 കോടി തരുന്നു എന്ന് പറയുമ്പോൾ എത്ര നിസാരമായ തുകയാണ് തരുന്നത് എന്നതിനേക്കാൾ ഉപരി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ മടിച്ചിട്ടാണെങ്കിലും അവസാനം പാർലമെന്റിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ ദുരന്തം. പക്ഷേ അങ്ങനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്ത മേഖലകൾക്ക് കൊടുത്ത ഫണ്ട് അറിയുമ്പോഴാണ് നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്നത്. അതായത് ആകെ 4645.60 കോടി രൂപയാണ് 9 സംസ്ഥാനങ്ങൾക്കായിട്ട് ദുരന്ത നിവാരണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ആസാമിന് തന്നെ 1270 കോടിയാണ് കൊടുത്തത്. അവിടെ മണ്ണൊലിപ്പ് മാത്രമാണ് ഉണ്ടായത്, അതല്ലാതെ അതിതീവ്ര ദുരന്തമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആസാമിന് 1270 കോടി കൊടുക്കുമ്പോഴാണ് അതിതീവ്ര ദുരന്തമായി 2 പൂർണ്ണ വലിയ ഗ്രാമങ്ങൾ മുഴുവൻ ഒലിച്ചുപോയ
ജീവിതം തന്നെ അവിടെ ഇല്ലാതെയായി പോയ പുഴയായി മാറിയ ഒരു മേഖല. ആ മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് വെറും 260.56 കോടി തന്ന് കേന്ദ്രം കൈ കഴുകുന്നത്. അപ്പൊ അത് നമ്മളെ തീർച്ചയായിട്ടും, അതായത് അന്ന് കണ്ട പ്രധാനമന്ത്രി തന്നെയാണോ ഈ പ്രധാനമന്ത്രിയുടെ എല്ലാ വാക്കുകളും എല്ലാ നയങ്ങളും ഇതുപോലെ മായം കലർന്നതാണോ എന്ന് നാം ചോദിച്ചു പോകുന്നു ഇതൊക്കെ പരിഗണിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഇപ്പോ ഈ 260.56 കോടി തന്നു എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതായത് 35.3 കോടി രൂപയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിരുന്നവരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളാനുള്ളത്, നാഷണലൈസ്ഡ് ബാങ്കുകളിലെ വായ്പ എഴുതി തള്ളാനുള്ളത്. അപ്പോൾ അതേ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൈമലർത്തുന്ന സ്ഥിതിയാണ് നാം കണ്ടത്. സംസ്ഥാന ഗവൺമെന്റിന് എഴുതി തള്ളാവുന്ന കടങ്ങളൊക്കെ എഴുതി തള്ളി. ഇനിയുള്ള ഈ കടം, അതായത് 35.3 കോടി, അത് നാഷണലൈസ്ഡ് ബാങ്കുകൾ എഴുതി തള്ളേണ്ട തുകയാണ്. അന്ന് മുതൽ ഇവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റ് അനുകൂല നിലപാട് എടുത്തില്ല. അവസാനം കോടതിയിൽ പോയി, കോടതി ഇടപെട്ട് ഇന്നലെ കോടതിയിൽ പറഞ്ഞത് നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, കേന്ദ്ര ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുന്നത്, അതായത് മുണ്ടക്കൈ ചൂരൽമലയിലെ ജനങ്ങൾ അന്യഗ്രഹ ജീവികളാണോ? സംസ്ഥാന ഗവൺമെന്റിന് എന്ത് കഴിയും? കേന്ദ്ര ഗവൺമെന്റിന് എന്ത് കഴിയും? ഒരു നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഗവൺമെന്റിന് കൊടുക്കുന്ന പദവികൾ എന്താണ് എന്നൊക്കെ ഉള്ള കാര്യം അറിയാം, കോടതിക്കും അറിയാം എന്ന് നിശ്ചിതമായ ഭാഷയിൽ കേന്ദ്ര ഗവൺമെന്റിനെ കയർക്കേണ്ടി വന്നു ഹൈക്കോടതിക്ക്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയേണ്ടത്? അതിന്റെ 100% ഓഹരികളും ഓൺഡ് ആൻഡ് ഓക്യുപ്പൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കൈവശമാണ് 100% ഓഹരികളും ഇരിക്കുന്നത്. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതുപോലെ. അപ്പോ അത്ര ഈസി ആയിട്ട് ആ ഓട്ടോണമിയിൽ കൈ കടത്താൻ ശരിക്ക് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പക്ഷേ ഇവിടെ കോടതി ചോദിക്കുന്ന ആ ചോദ്യം, അതുപോലെ ഒരു ചോദ്യം എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കാനുണ്ട്. 2019 എന്താണ് സംഭവിച്ചത്? അതായത് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 നിലവിൽ വന്നപ്പോൾ തന്നെ അതിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഇവയൊക്കെ സ്ഥാപിക്കപ്പെടുന്നു. അത് 1949 നാഷണലൈസ് ചെയ്യുന്നത്. അപ്പോഴും ഈ പറയപ്പെട്ട മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് അതിന്റെ ആസ്തി ബാധ്യതകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഒരു ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ ലാഭം ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡർക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ വർഷവും ഉണ്ടാകുന്ന ലാഭം അതിന്റെ ഒരു ഭാഗം റിസർവ് ഫണ്ടിലേക്ക് പോകും. അത് അൺഫോർസീൻ കണ്ടിൻജൻസീസ് ഒക്കെ ഉണ്ടായാൽ അന്നേരം റിസർവ് ബാങ്കിന് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് ഈ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത്. ബാക്കി ഡിവിഡൻഡ് മുഴുവനും ഷെയർ ഹോൾഡർ ആയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ളത്, അതായത് 2019 വരെ ഒരു ഗവൺമെന്റ്, ഇന്ത്യയിൽ ഭരിച്ച ഒരു ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ടിൽ കൈ കടത്തിയിട്ടില്ല. പക്ഷേ 2019 നരേന്ദ്രമോദി ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്തു? ഈ ഇന്ത്യയിലെ മുഴുവൻ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർക്കും 2000 രൂപ വെച്ച് 3 പ്രാവശ്യം ഒരു വർഷം എന്ന് വെച്ചാൽ 6000 രൂപ ഒരു വർഷം ഓരോ കർഷകനും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഈ 68% കർഷകരും ഇന്ത്യയിലെ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ്. അവർക്കാണ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 68% കർഷകർ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 45 കോടി, അല്ല ഒരു 45 കോടിയല്ല, നമ്മുടെ പോപ്പുലേഷന്റെ എത്ര ശതമാനം? 48% കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ 48%ത്തിന്റെ ഒരു 47% നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ്. അത്രയും പേർക്ക് ഈ ആദ്യത്തെ ഗഡു, അതായത് ഇലക്ഷൻ ഡിക്ലയർ ചെയ്തു കഴിഞ്ഞാൽ
ഫ്രീ ബി പറ്റില്ല. അപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ടു മുൻപായിട്ട് കൊടുക്കാൻ വേണ്ടി എന്താണ് പിന്നെ നരേന്ദ്രമോദി ചെയ്തത്? അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് വളരെ പ്രകോപനപരമായ നീക്കങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. അങ്ങനെ 1,70,71,000 കോടി രൂപ റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ടിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് മാറി. ആ മാറ്റിയത് എന്തിനാണ്? അത് ഈ ഫ്രീ ബി 2,000 രൂപ വെച്ച് ഈ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി, ആദ്യ ഗഡു എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് കൊടുക്കാൻ വേണ്ടിയാണ് 1,70,71,000 കോടി രൂപ റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിലേക്ക് നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ധനവകുപ്പും ഇടപെട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ 2,000 രൂപ വീതം കർഷകർക്ക് കൊടുക്കാമെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇലക്ഷൻ പ്രഖ്യാപനം വന്നു. പണം കൊടുത്തു. കാരണം ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ പ്രഖ്യാപനം വന്നല്ലോ, പണം കൊടുക്കുമെന്ന്. അങ്ങനെ പ്രഖ്യാപനം നടത്തി. അപ്പോ അന്ന് അങ്ങനെ 1,70,71,000 കോടി എന്ന് ഓർക്കണം. അത്രയും രൂപ റിസർവ് ബാങ്കിൽ നിന്ന് ശക്തി ഉപയോഗിച്ച്, അതായത് കേന്ദ്ര ഗവൺമെന്റ് പവർ ഉപയോഗിച്ച്, ഇപ്പൊ നമ്മുടെ കോടതി ചൂണ്ടിക്കാട്ടിയ ആ പവർ, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന പവർ, ആ പവർ ഉപയോഗിച്ച് അങ്ങോട്ട് എടുത്ത് ആ പണം നാട്ടിൽ മുഴുവനും വിളമ്പി. അങ്ങനെ വീണ്ടും ഭരണത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് പറയുകയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഞങ്ങൾക്കതിൽ കൈകടത്താൻ പറ്റില്ലെന്ന്. എത്ര കോടി രൂപയ്ക്ക് വേണ്ടിയാണ്? 35.3 കോടി കടം എഴുതി തള്ളുന്നതിന്റെ കാര്യത്തില് വിജയമല്യ പോലെയുള്ളവർക്ക് വേണ്ടി എത്ര 1000 കോടിയുടെ കടമാണ് എഴുതി തള്ളിയത് എന്ന് നമുക്കറിയാം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ പ്രോ കോർപ്പറേറ്റ്, അതായത് ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും അപകടവും ഇല്ല. അതായത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ആളാണ്, രാജാവാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെറും 35.3 കോടി റിസർവ് ബാങ്കിനെ കൊണ്ട് എഴുതി തള്ളിക്കാൻ പറയാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇങ്ങനെ കൈമലർത്തുന്നത് കാണുമ്പോൾ നാം അത്ഭുത സ്തബ്ധരായി പോകും. ആ ഗവൺമെന്റിൽ അർപ്പിക്കുന്ന വിശ്വാസം നമ്മെ ചതിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി പോകും. അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നീതിബോധം. അപ്പോ നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോഴും ചൂരൽമല, മുണ്ടക്കൈ മേഖലകളില് വേണ്ടത്ര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 260.56 കോടി ഒന്നുമല്ല, എങ്കിലും ആ കിട്ടിയതും നല്ലവണ്ണം പ്രയോജനപ്പെടുത്തി നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ മേഖലയിലെ ജനങ്ങൾ അവരുടെ പഴയ ജീവിത രീതിയിലേക്കും ആശ്വാസത്തിലേക്കും തിരിച്ചു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.